അമ്പലപ്പുഴ പുറക്കാട് ഗവൺമെന്റ് ന്യൂ എൽ പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച പാചകപ്പുരയുടെ സമർപ്പണം എച്ച്.എസ്.എൽ.എം. എം.എൽ.എ. നിർവഹിച്ചു. പുറക്കാട് ഗവൺമെന്റ് ന്യൂ എൽ പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച പാചകപ്പുരയുടെ സമർപ്പണവും എം.എൽ.എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള ലാപ്ടോപ്പുകളുടെ വിതരണവും എം.എൽ.എ. നിർവഹിച്ചു. 7.13 ലക്ഷം രൂപ ചെലവിലാണ് പാചകപ്പുര പൂർത്തിയാക്കിയത്. എം.എൽ.എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 2.25 ലക്ഷത്തോളം രൂപ ചെലവിൽ 5 ലാപ്ടോപ്പുകളാണ് സ്കൂളിന് നൽകിയത്. ആ സ്വപ്നങ്ങൾ നല്ലതുപോലെ സാധ്യമാക്കിയെടുക്കാൻ പാകമായ ഒരു വിദ്യാലയ അന്തരീക്ഷം നമ്മുടെ സ്കൂളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കണക്കാക്കേണ്ടത്. നിശ്ചയമായി ഇവിടുത്തെ SMCയും ഇതിനോട് ചേർന്ന് നിൽക്കുന്നവരും പ്രിയപ്പെട്ട ലത്തീഫ് സാറും അതുപോലെയുള്ള അധ്യാപക ടീമും എല്ലാവരും ചേർന്ന് അങ്ങനെ ഒരു വലിയ താല്പര്യം കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ പൊതുവായി സംരക്ഷിക്കാൻ ഉള്ള താല്പര്യത്തോടെ തന്നെ ഈ വിദ്യാലയത്തെയും മെച്ചപ്പെടുത്താൻ നന്നായി പരിശ്രമിക്കുന്ന ഒരു സംവിധാനമാണ്. അത് കേരളത്തിൽ കഴിഞ്ഞൊരു 7 കൊല്ലമെടുത്താൽ കാണാം, ആ വ്യത്യാസം കാണാം. ഒന്നാം പിണറായി ഗവൺമെന്റാണ് സർക്കാരിന്റെ പ്രവർത്തന പദ്ധതി തുടങ്ങുന്ന സമയത്ത് 4 ലക്ഷം പ്രഖ്യാപിച്ചു. ആ 4 ലക്ഷം പ്രഖ്യാപിച്ചപ്പോൾ സർക്കാരിന്റെ ആകെ പ്രവർത്തനത്തിന് മുൻഗണന കൊടുക്കേണ്ട ഏതിനെല്ലാം എന്ന് തീരുമാനിച്ചത് പ്രഖ്യാപിച്ചത്. അതിലൊന്ന് വിദ്യാഭ്യാസ മേഖലയെ മികവിന്റെ കേന്ദ്രമാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് പൊതുവിദ്യാഭ്യാസ യജ്ഞം ആരംഭിക്കുന്നത്. ഇന്നിപ്പോൾ വിദ്യാകിരണം എന്ന നിലയിൽ അതിന്റെ പേര് ആ നിലയിലേക്ക് മാറ്റി കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ വരുന്നു. കേരളത്തിലെ ആകെ പൊതുവിദ്യാലയം എടുത്താൽ 100 കണക്കിന് വിദ്യാലയങ്ങളിൽ ലക്ഷക്കണക്കിന് പണം മുടക്കിയുള്ള കോടിക്കണക്കിന് രൂപ മുടക്കിയുള്ള പുതിയ വിദ്യാലയങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. ഇതൊരു പഴയ കാലത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല.